ഹലോ എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി തിരുവോണ ആശംസകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ? നമ്മളും സദ്യ കഴിച്ചു കേട്ടോ. നമ്മൾ പെട്ടെന്നാണ് സദ്യ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നാടൻ സാമ്പാറാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമ്മൾ പരിപ്പും നെയ്യുമാണ് ആദ്യം നമ്മൾ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുന്നത്. അതിന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സാമ്പാർ കഴിക്കുള്ളൂ അല്ലേ, സാമ്പാർ കൂട്ടി കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതൊന്നും വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് സദ്യ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അത് അച്ചാറുണ്ട്, ഇഞ്ചി പുളിയുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പരിപ്പും നെയ്യും, പിന്നെ അതുപോലത്തെ സാമ്പാർ, പച്ചടി, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ അവിയലുണ്ട്, പിന്നെ ചോറുണ്ട്, പിന്നെ നമ്മുടെ പായസം അടപ്രഥമനാണ് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലെ ചെറിയ സന്താനത്തിന് തന്നെ ആദ്യം വിളമ്പി കൊടുക്കാം. എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. എന്നാലും അവൾക്ക് ആദ്യം വിളമ്പ്. അവൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എപ്പോൾ കഴിക്കും ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവളിങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാണ് അവൾക്ക് വിളമ്പി കൊടുക്കുന്നത്, ഓരോ ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് സദ്യ കഴിച്ചാലോ. അപ്പോൾ അവൾക്ക് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അവൾക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സദ്യ കഴിക്കാനൊക്കെ അതിൻ്റേതായ രീതികളുണ്ട്. നമുക്ക് കുറേ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഓരോന്ന് വെച്ചിട്ട് എന്തൊക്കെ വെക്കണം ഇരിക്കണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാമെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ ആദ്യം പരിപ്പും നെയ്യുമാണ് കഴിക്കേണ്ടത്. അത് കൂട്ടി കഴിച്ചതിന് ശേഷമാണ് പിന്നെ സാമ്പാർ കൂട്ടി കഴിക്കുന്നത്. അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അവളോട്. അപ്പോൾ അവളോട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ അവൾ നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇനി സാമ്പാർ വേണം, എനിക്ക് സാമ്പാർ ഒഴിച്ചതാന്നൊക്കെ പറയണം. അപ്പോൾ ഇക്ക പിന്നെ അടുത്ത് സാമ്പാർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളും കൂടെ കഴിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ബാക്കി ഉണ്ട്, ഞാനുണ്ട്, ഇക്കണ്ട്, ഞങ്ങളും കൂടെ വിളമ്പി കഴിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പായസം കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലയിൽ തന്നെയാണ് കേട്ടോ പായസം ഒഴിച്ചിട്ട് കുടിക്കുന്നത്. അപ്പോൾ സിയാക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതുപോലെ തന്നെ പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മിക്ക പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. ചുമ്മാ പായസം കുടിക്കരുത്, അതിൽ നമ്മൾ പഴവും അതുപോലെ തന്നെ പപ്പടമൊക്കെ ഇട്ട് വേണം, നമ്മളത് കൂട്ടിയിട്ട് വേണം കഴിക്കാനായിട്ട് എന്ന് മിക്ക പറയണ. അച്ചാറും കൂടെ നമ്മളിങ്ങനെ തൊട്ട് നക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഇക്ക കഴിക്കണ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യയ്ക്ക് അങ്ങനെ കഴിച്ച് കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഹാപ്പി തിരുവോണം കേട്ടോ.